ഹായ്, നിങ്ങൾ പ്രേത സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി ത്രില്ലർ മൂവിയുണ്ട്. സിനിമയുടെ പേര് സമന്വയം. ഇതൊരു തമിഴ് മൂവിയാണ്. അല്ലെങ്കിൽ SYNC എന്നടിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ ഏകദേശം ഒരു മണിക്കൂറും 17 മിനിറ്റും ആണ് ഈ സിനിമ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ത്രില്ലിങ്ങും അത്യാവശ്യം നല്ല ഹൊററും പിന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ബോറടിക്കുന്ന പോലെ കുറെ സീനുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിച്ചു നീട്ട് അങ്ങനൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത ഒരു മൂവി, പക്ഷെ അത്യാവശ്യം നല്ല ഹൊററും ഉണ്ട്. അപ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഷൻ ദാസ്, മോണിക്ക, സൗന്ദര്യബാല, നിവിൻ, നന്ദിനി, സുപ്രിയ ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. അതായത് കിഷൻ ദാസ് ഒരു കഥയൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ പല സംവിധായകന്മാരോടും പറഞ്ഞിട്ടും അത് ആരും അങ്ങനെ എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോ അവരെങ്ങനെ ആ സിനിമ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ആ സിനിമയിൽ നമുക്ക് അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെ നമുക്ക് റെഡിയാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇവര് പോണ്ടിച്ചേരി, അതായത് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു പോണ്ടിച്ചേരിയിലോട്ട് പോകുന്നുണ്ട്. ആ പോണ്ടിച്ചേരിയിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ടാണ് ഇവരൊരു സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സിനിമയാണ് ഈ പറയുന്ന ഹൊറർ മൂവി ആയിട്ട് വരുന്നത്. പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ആ ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതായത് ഇവര് ഈ പോണ്ടിച്ചേരി പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ് ടൈം കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാരും ഒരു വീഡിയോ കോളിൽ വരുന്നുണ്ട്. ഈ 4 ആൾക്കാർ വീഡിയോ കോളിൽ വന്നിട്ട് എന്തോ സംഭവം ഉണ്ടായ കാര്യത്തിനെ കുറിച്ച്, അതൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആ ആക്സിഡന്റിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ ഓരോ വീട്ടിലും പല രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് നമ്മളെ കിഷൻദാസിന്റെ വീട്ടിലാണെങ്കിൽ അവന്റെ സിസ്റ്റർ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ പെങ്കുച്ചിനെ ഇടയ്ക്ക് മിസ്സായി പോകും, കാണില്ല. പിന്നെ വേറൊരു പെങ്കുച്ച വീട്ടിലോട്ട് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അതെല്ലാം ഇവര് ഈ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മോണിക്ക ആണെന്ന് തോന്നുന്നു, ആ പെങ്കുച്ച് ഇതേപോലെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്താരോ വന്ന് ടച്ച് ചെയ്ത് പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യബാലാണെന്ന് തോന്നുന്നു, വേറൊരു പെങ്കുച്ചിന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ആ പെങ്കുച്ചിന്റെ അമ്മ വന്നിട്ട് സംസാരിച്ചിട്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു വീട്ടില് അവരുടെ അമ്മ ഉണ്ടാവില്ല. അപ്പൊ ആ സീനുകളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ നല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ പല ഇൻസിഡൻസും ഈ സിനിമയിൽ ഈ ഒരു 1.25 മണിക്കൂറിന്റെ ഉള്ളിൽ ഉണ്ടായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഇതൊരു സിനിമയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതിന്റെ ശേഷം പക്ഷെ അത് ഒരു റിയാലിറ്റിയിലോട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ചില സീനുകളൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ അറിയാതെ ഞെട്ടിപ്പോവും. അമ്മാതിരി നല്ലൊരു പടം. കാരണം കുറെ ഹൊറർ പടങ്ങൾ ഇറക്കാറുണ്ട്, വെറുതെ കുറെ വലിച്ചു നീട്ടിയിട്ട് അത് ഇത് എന്ന് പറയുന്ന പോലത്തെ. ഇതൊന്നുമില്ല, വളരെ തുച്ഛമായ സമയം കൊണ്ട് എടുത്ത് വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കണ്ടു തീർക്കാവുന്ന ഒരു പടമാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾ എനിക്ക് കമന്റായിട്ട് അറിയിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. സിനിമയുടെ പേര് സമന്വയം, തമിഴ് മൂവിയാണ്. അല്ലെങ്കിൽ SYNC എന്നടിച്ചാലും ഈ മൂവിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത സിനിമയുടെ വിശേഷമായി കാണാം. ഓക്കെ, ബൈ.